എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലമുണ്ട്. വിതയ്ക്കുവാൻ ഒരു കാലമുണ്ട്, കൊയ്യുവാൻ ഒരു കാലമുണ്ട്. പ്രാർത്ഥന ഒരു വിതയാണ്. നിങ്ങളുടെ മക്കളുടെ ഭാവി എന്താകണമെന്ന് തീരുമാനിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഒരു വിതയാണ്. ഇത് വിതയ്ക്കാനുള്ള കാലമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കാനുള്ള കാലമാണ്. ദൈവം നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. യേശു പതിവ് പോലെ പ്രാർത്ഥിച്ചു, എന്നും പ്രാർത്ഥിച്ചു. അതെ, പ്രാർത്ഥിക്കുവാനുള്ള ഒരു കാലമുണ്ട്. പ്രാർത്ഥിച്ച മറുപടി നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്ന ഒരു കാലമുണ്ട്. വിതയ്ക്കുവാനൊരു കാലം. അതെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കെട്ടുറപ്പുള്ള ഒരാത്മീക നിലവാരം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. സഭ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇടിഞ്ഞു കിടക്കുന്നത് പോലെ, തകർന്നു കിടക്കുന്നത് പോലെ ആയിരിക്കാം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നത്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ അത് പണിയപ്പെടുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ നിരാശപ്പെട്ടു പോകാതെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് പകൽ വിശ്വാസത്തോടെ അത് പണിയപ്പെടുന്നത് കണ്ട് പ്രാർത്ഥിക്കുക. അതെ, പ്രാർത്ഥന ഒരു വിധയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് നല്ലതാണ്. ചില നാളുകൾ കഴിയുമ്പോൾ അതിന് പലിശ കിട്ടുമല്ലോ, അത് അല്പം അധികമായി കരങ്ങളിലെത്തുമല്ലോ, അത് ഉപകാരപ്പെടുമല്ലോ. ഈ ചിന്ത ആർക്കാണില്ലാത്തത്? അങ്ങനെയെങ്കിൽ പണത്തിൻ്റെ വിഷയത്തിൽ മാത്രം അത് ചെയ്താൽ മതിയോ? പണം കൊണ്ടെല്ലാം നടക്കുമോ? പണം കൊടുത്താൽ സമാധാനം കിട്ടുമോ? പണം കൊടുത്താൽ ഐക്യത കിട്ടുമോ? പണം കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ പണം പോരാ. അതിലും വലിയതാണ് ദൈവ സാന്നിധ്യം. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം അവരോട് കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാണ്. യഹോവ വീട് പണിയുന്നവനാണ്, പണത്തിനല്ല. നിങ്ങൾ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്നവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഭവനത്തിൽ നിറങ്ങണം. രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതേ, പ്രാർത്ഥന ഒരു വിധയാണ്. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. ഇന്ന് ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യം മോശമായിരിക്കാം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥനയിൽ വിശ്വസിക്കുക. കാലങ്ങൾ കഴിയുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, യുദ്ധത്തിനൊരു കാലമുണ്ട്, സമാധാനത്തിന് ഒരു കാലമുണ്ട്. ഒരു പക്ഷേ ഇന്ന് പകൽ നീ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുകയായിരിക്കാം, പോരാടി പ്രാർത്ഥിക്കുകയായിരിക്കാം. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഇന്നത്തെ നിന്റെ പ്രാർത്ഥനയുടെ ഫലം തലമുറയുടെ ജീവിതത്തിൽ സമാധാനമായി വെളിപ്പെടുമ്പോൾ അത് മറക്കുവാനാകാത്ത ചില ഓർമ്മകളായി
നന്മകളായി വരും തലമുറയ്ക്കൊരടയാളമായി മാറും. വിതച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.